ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ഫോട്ടോ ഫിനിഷിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ചുണ്ടൻ വിയപുരം ചുണ്ടനെ മറികടന്നത്. തുടർച്ചയായി 5ാം തവണയും കിരീടം സ്വന്തമാക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചരിത്രമെഴുതിയതിനും പുന്നമട സാക്ഷിയായി. 10 വർഷത്തിനു ശേഷമാണ് കാരിച്ചാൽ കിരീടം നേടുന്നത്. വിയപുരം 2ാം സ്ഥാനത്തും നടുഭാഗം ചുണ്ടൻ 3ാം സ്ഥാനത്തും നിരണം ചുണ്ടൻ 4ാം സ്ഥാനത്തും എത്തി. മത്സരഫലത്തെ ചൊല്ലി തർക്കവും ഉണ്ടായി. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഈ രീതിയിൽ വിജയികൾ ഉണ്ടായിരിക്കുന്നത് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ. അതിനുശേഷം തർക്കവും ഉണ്ടായി. അപ്പോൾ മത്സര ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു? എന്താണ് മറ്റു വിവരങ്ങൾ? പ്രജിൻ, 70 വർഷത്തെ നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ആവേശം വന്നൊരു മത്സരം വേറെ ഉണ്ടോ എന്നത് വലിയ സംശയമുണ്ട്. അത്രത്തോളം ആവേശമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലുള്ള വലിയ തർക്കങ്ങൾ എന്താണെങ്കിലും PBC ജയിച്ചത് 5 മൈക്രോ സെക്കൻഡ് എന്ന രീതിയിലേക്ക് സംഘാടക സമിതി എത്തി. വിധി നിർണ്ണയിക്കുന്ന ആളുകൾ ആ രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു. പക്ഷേ അങ്ങനെ വിശദീകരിച്ച് PBC ആണ് ജയിച്ചതെന്ന് പറയുമ്പോൾ മറുവാദവുമായി എത്തുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. വിയപുരം തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പറയുന്നത് ആദ്യം ഒരേ സമയത്തിൻ്റെ കണക്കുകളായിരുന്നു പറഞ്ഞത്. പിന്നീട് അത് മൈക്രോ സെക്കൻഡുകളിലേക്ക് പോയതിൻ്റെ വിശദാംശങ്ങൾ സംഘാടക സമിതി അല്ലെങ്കിൽ ഈ ജഡ്ജസ് അത് വ്യക്തമാക്കുന്നില്ല. 5 മൈക്രോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തുഴയുടെ സമയമാണ്. അത്രത്തോളം സമയം ഉണ്ടായിട്ടുണ്ടോ അത് സംബന്ധിച്ച് വിഷ്വൽ അടക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം സംഘാടക സമിതി അല്ലെങ്കിൽ ഈ ജഡ്ജസിൻ്റെ പാനൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മത്സരത്തിൻ്റെ 1ാം സ്ഥാനം നിർണയത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള വലിയ വിമർശനമുണ്ട്. അങ്ങനെ വലിയ പോരാട്ടമായിരുന്നു. കാരണം 1 കിലോമീറ്റർ 150 മീറ്റർ ഉണ്ടായിരുന്ന ഈ ട്രാക്കിൽ ആദ്യം മുതൽ അവസാന ലാപ്പിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് പോലും 4 ചുണ്ടൻ വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ നിരണം ചുണ്ടൻ നടുഭാഗവും വില്ലേജ് ബോട്ട് ക്ലബ്ബും ഈ PBCയും ഒക്കെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതി. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.